ഇവിടെ നോക്കൂ, ഞങ്ങൾ ഫോണിന്റെ ഫ്ലാഷ് ഒക്കെ തെളിച്ച് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈറ്റ് പുറത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ നമ്മുടെ പൂക്കോട്ടുംപാടത്ത് കാർണിവലുണ്ട്, അവിടെയും പോകണം. പിന്നെ ഒരു ചായയും കുടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൂക്കോട്ടുംപാടത്തോട്ട് പോകാം ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് ടോപ്സിലോട്ടാണ് കേട്ടോ, നമ്മുടെ പൂക്കോട്ടുംപാടത്തുള്ള ടോപ്സ് ബാഗ്. ആരെയിലൊരു മാത്രം ജ്യൂസാണെന്ന് മതി. തായോ എനിക്കൊരു ലൈറ്റ് കേട്ടോ. Sayo. Sayo. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലാണെന്നും പറഞ്ഞിട്ട് ഏട്ടനൊരു സാധനം വാങ്ങിക്കൊടുക്കുന്നു കേട്ടോ. സ്പെഷ്യലാണോ ആവോ, ഒരു സാധനം വാങ്ങി. എന്ത് സംഭവം എന്നറിയത്തില്ല. ഒരു ഫില്ലിംഗ് ആണ്, അതിൻ്റെ ഭയങ്കര സ്പൈസി ആയിരുന്നു. സായു എന്തായാലും എനിക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അവളോട് ആരും പറഞ്ഞില്ല, അവൾ തന്നെ എടുത്ത് തന്നതാട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും അത് കഴിക്കുക കേട്ടോ. പക്ഷെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. നന്ദുവിൻ്റെയൊക്കെ എക്സ്പ്രഷൻ നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ, അവൾ പറയുന്നത് കടിച്ചിട്ട് മുറിയുന്നില്ല, അങ്ങനെയാണ് അവൾ പറയുന്നത്. എന്താ ഇച്ചിരി സോസ് പറ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ സായു ഐസ്ക്രീം വേണം എന്നൊക്കെയാണ് പറയുന്നത്. അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, കാരണം അവൾക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ട്. മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമുക്ക് അഭിയേട്ടന് കൊടുത്തു വിടാനുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് മേടിക്കാനുണ്ട്, അത് വാങ്ങാൻ പോവാം. അപ്പോൾ എനിക്ക് ഡോറൊക്കെ തുറന്ന് തരിക കേട്ടോ നന്ദു. അല്ല, ആ വണ്ടി എന്താ അങ്ങനെ ഇട്ടേക്കണ്? അങ്ങനെ ഞാൻ എന്തോ പറഞ്ഞു. ചിപ്സടെ പുതിയ ചിപ്പ് ഇല്ല. ഇതിലെന്താണ് വേണ്ടത്? എന്താണ്
ഫ്രൂട്ടി നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, വെയിറ്റ് ചെയ്യ. റൂട്ടി ഇവിടുന്ന് കിട്ടൂല, ഇതൊന്നായിട്ടേ കിട്ടുള്ളൂ. ഇതെന്താ കാണും? മതിയോ മതിയോ? പിന്നെന്താ അലുവേ? അച്ഛ വാങ്ങി തന്നതാ ഫ്രൂട്ടി ചായോ? നിങ്ങൾ ആരെയും പോയി അപ്പുറത്ത് ചിക്കൻ പോക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനാണതേ, പുറത്തേക്കില്ലാണ്. മാറിക്കൊടുത്താ അതൊന്നും എടുത്തതാ, എന്നാ സാധനം കൊടുക്കാം. അത് പൊട്ടിച്ചു കൊടുക്കാം. ഈ പൊട്ടിച്ചതൊക്കെ ജീരകമുട്ടായി വേണോ? ഓരോ ഓർമ്മകളാണ്. ഇത് തിന്നോ? അപ്പൂ തേമുട്ടായി, തേമുട്ടായിയാണ് സാധനം കുട്ടിക്ക് ആൻറ്റി എടുത്തുക്കണത്. അത് നോക്ക്, കുറച്ച് തിന്നു കേട്ടോ. പിന്നെന്താ കഴിഞ്ഞ കുട്ടിക്ക് ശരിയായി. പിന്നെ നമ്മൾ നേരെ പോയത് പൂക്കോട്ടുംപാടത്ത് കാർണിവൽ നടക്കുന്നുണ്ട്, അത് കാണാമെന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ നിലമ്പൂർ പാട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നിലമ്പൂർ പാട്ട് ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ പോയാൽ. അതേപോലെ അത്രയ്ക്ക് വലിയ സെറ്റപ്പ് ഇല്ല, എന്നാലും നമുക്ക് വെറുതെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കാം. കുറച്ച് ഈ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒന്ന് കാണാമെന്ന് കരുതി അങ്ങോട്ടേക്കൊന്ന് കയറിയതാണ് കേട്ടോ. കയറിയപ്പോൾ തന്നെ മറ്റേ ബേർഡ്സ് അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
അല്ലേ? അപ്പോൾ അവിടെ റിംഗ് ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛയ്ക്കൊന്ന് പരീക്ഷിക്കണം എന്നൊരാഗ്രഹം. പരീക്ഷിച്ചു. ജസ്റ്റ് മിസ്സിന് 1-2 സാധനങ്ങളൊക്കെ പോയിട്ടോ. അങ്ങനെ എറിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളവരാരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഇത്ര വലിയ സംഭവമായിട്ട് പറയണോ എന്നൊന്നും ആരും കരുതരുത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിമിലൊക്കെ നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടി അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതേപോലെ ഞങ്ങൾ 3 പേരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അച്ഛപ്പോൾ എന്തേലും എറിഞ്ഞെടുക്കുമെന്ന്. പക്ഷേ സാരമില്ല, ഇനി നെക്സ്റ്റ് വരവിന് നമുക്കൊന്നുകൂടെ പരീക്ഷിക്കാം. പിന്നെ നമ്മുടെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കമ്മൽ, മാല, ക്ലിപ്പ്, ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി അങ്ങോട്ട് ചെല്ലണം, എന്നാലൊരു സമാധാനം ആവുള്ളൂ. അതേപോലെ ഞാനും നന്ദു കമ്മൽ കണ്ടപ്പോഴത്തേക്ക് ഓടി ചെന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും എടുത്തില്ല. നന്ദു ഒരു ജുംക്ക വാങ്ങിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ജുംക്ക തന്നെയല്ലേ? ഒരു കമ്മൽ വാങ്ങിയായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊന്നും ഒരു സെറ്റ് കിട്ടിയില്ല. പിന്നെ സായുവിന് വേണ്ടിയിട്ട് നന്ദു ഒരു കിച്ചൺ സെറ്റ് വാങ്ങിയായിരുന്നു. ഇനി കിച്ചൺ സെറ്റും കൊണ്ടൊരു കളിയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം കളിക്കാൻ. കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് പിന്നെ അവൾ അവിടെ അപ്പുറത്തെ ഷോപ്പിലോട്ട് നോക്കിയിട്ട് അത് ഇത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിലുണ്ട് ബിസ്ക്കറ്റ്. അതുകൊണ്ട് പിന്നെ ബിസ്ക്കറ്റൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് കടകളും ഇനി ബലൂണും പകുതി സാധനങ്ങളും അവളുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ ഏട്ടൻ വണ്ടി എടുക്കാൻ പോയി, വണ്ടി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.